ഒരു ചെറിയ പെരുന്നാളിന്റെ ദിവസം മദീനത്തെ പ്രധാനപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു മോഷണം നടത്തി. മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണ്, ഏറ്റവും പ്രതാപശാലികളായ ആളുകളാണ്. കളവ് നടത്തി പിടിക്കപ്പെട്ടാൽ ഇസ്ലാമിക നിയമപ്രകാരം കളവ് നടത്തിയ ആളുടെ കൈ മുറിക്കണം എന്നതാണ് നിയമം. ഈ പെൺകുട്ടിയെ പിടിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബക്കാർക്ക് വലിയ പ്രയാസമായി. കാരണം കൈ മുറിച്ചാൽ, കട്ടതിന്റെ പേരിൽ കൈ മുറിക്കപ്പെട്ടാൽ നാളെ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മഹിമയും ഈ ഒരൊറ്റ ഒരു സമയത്തിന്റെ പേരിൽ, ഈ ഒരു സന്ദർഭത്തിന്റെ പേരിൽ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ടു പോകും. ഞങ്ങളുടെ കുടുംബത്തിനൊരു പെൺകുട്ടിയുടെ കൈയാണല്ലോ മുറിച്ചത്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പെൺകുട്ടിയുടെ കൈ മുറിക്കാതിരിക്കാൻ അങ്ങ് നബിയോടൊന്ന് ശുപാർശ ചെയ്യണം, അങ്ങൊന്ന് റെക്കമെൻഡ് ചെയ്യണം. മറ്റാരോടും പോയിട്ട് അവർ പറഞ്ഞില്ല. കാരണം ഒന്ന്, ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ ഉസാമ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം നബിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഇതുപോലെ ആവശ്യം പറഞ്ഞു, ഇവരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ കൈ ഇതുപോലെ മുറിച്ചാൽ അവർക്ക് വലിയ പ്രയാസമാണ് നബി, അതുകൊണ്ട് ഈ ഒരു തവണത്തേക്ക് അങ്ങ് മാപ്പ് ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഇത്തരത്തിൽ വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നമാ ഹലകല്ലദീന ഖബലകും, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾ നശിക്കാനുള്ള കാരണം ഇതാണ്. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ നശിക്കാനുള്ള കാരണം ഈ പറഞ്ഞതാണ്. അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിം ശരീഫു തറകൂ, അതെ, അവരുടെ കൂട്ടത്തിൽ നല്ല ഉന്നതനായ കുടുംബമഹിമയുള്ള കുലമഹിമയുള്ള ആരെങ്കിലും കളവ് നടത്തിയാൽ അവരതിനെ വെറുതെ വിടും. അവർ അവിടെ ഒന്നും സ്വീകരിക്കില്ല, അതവർ പ്രശ്നമാക്കുകയില്ല. വഇദാ സറഖ ഫീഹിം ളഈഫ് അഖാമൂ അലൈഹിൽ ഹദ്ദ്, അതെ, അതുപോലെ തന്നെ ചോദിക്കാൻ ആരുമില്ലാത്തവൻ, കുടുംബമഹിമയില്ലാത്തവൻ, കുലമഹിമയില്ലാത്തവൻ, പിറകിൽ നിൽക്കാൻ നാലാളിന്റെ അകമ്പടിയില്ലാത്തവൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ലാത്തവൻ, അവന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നാൽ അതേ കൈ മുറിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയുമില്ല. അതാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുണ്ടായ കാരണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തന്നെ സത്യം, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത ലഖതഅതു യദഹാ, എന്റെ പൊന്നോമന മകൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയാണ് കട്ടതെങ്കിലും ലഖതഅതു യദഹാ, ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കട്ടതന്റെ മകള് ഫാത്തിമയാണെങ്കിലും ലഖതഅതു യദഹാ, അവരുടെ കൈ ഞാൻ മുറിക്കും, അവിടെ എന്റെ മകളാണ് എന്ന നോട്ടം എനിക്കില്ല. ദീനുൽ ഇസ്ലാമിന്റെ നീതിയാണ്, നീതിയുടെ ശാസ്ത്രമാണ് ഞാൻ പരിഗണിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു വർത്താനം പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. കാരണം നിങ്ങൾ ആളുകളിലേക്ക് നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ജനങ്ങളുടെ ദുർബലതയെ പരിഗണിച്ചുകൊണ്ടാണ് അവരിൽ നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അവർ കുറച്ചുകൂടി കാര്യഗൗരവമുള്ള ആളുകളാണെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ വിലയും നിലയുമുള്ളവരാണെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുകളയുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യൂലട്ടോ. എന്റെ മകൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമത്തു കഅതുകബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് നബിതങ്ങൾ പറഞ്ഞ അതേ മകളെ വെച്ച് തന്നെ ഉദാഹരിക്കുകയാണ്. ആ പൊന്നോമന മകള് കട്ടാൽ ലഖതഅതു യദഹാ, ഞാൻ അവളുടെ കൈ മുറിക്കും. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ ഇതിന് നീതിയുടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്റെ മുമ്പിൽ റെക്കമെൻഡുമായിട്ട് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ അത്രത്തോളം കണിശമാണ് നീതിയുടെ വിഷയത്തിൽ. അത്രത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നീതി നടപ്പാക്കണമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ്. ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മകന്, എന്റെ ഇന്നാലിന്റെ മകന് ഞാൻ കുറച്ച് സ്വത്തുക്കൾ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്റെ പേരിലുള്ള ഒരു തോട്ടം ഞാൻ എന്റെ മകന് സ്വതക്കയായി സമ്മാനമായി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെയും മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് വേറെയും മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരു മകന് മാത്രം നിങ്ങൾ കൊടുത്താൽ മറ്റു മക്കൾക്കും നിങ്ങൾ ഇതുപോലെ സമ്മാനം നൽകിയോ?
അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, ഇല്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നീതി കാണിക്കണം. അത് ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ, ഈന്തപ്പഴത്തിൽ എന്നല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വർത്തമാനം, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിൽ ഒരു പാട ഉണ്ടാകും. ആ പാടയിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നീതി കാണിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളമാണ് ആ വർണ്ണനയുടെ അതിഗംഭീരമായ വർത്തമാനം നബി തങ്ങൾ പറഞ്ഞു നോക്കണം. ഈന്തപ്പഴം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ നീതി കാണിക്കണമെന്നല്ല, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പുറത്തൊരു പാട ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല. എന്നാൽ ആ ഒരു പാടയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ ആണെങ്കിലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് ഒരു തോട്ടം കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനത്തിന്റെ കനിഷ്ഠത നമുക്ക് ചിലപ്പോൾ അതൊന്നും വലിയ നിസ്സാരമായിട്ട് തോന്നും. ഞാൻ ഉണ്ടാക്കിയ സ്വത്തുക്കളല്ലേ, ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കും, ചെന്ത വളർന്നോ, ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കും, ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാതിരിക്കും. അതിലെന്താ തെറ്റെന്ന് ചോദിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞ ബഷീർ എന്ന് പറയുന്ന സ്വഹാബി നബിതങ്ങൾ തിരുത്തിയ സന്ദർഭമാണ്. തന്റെ മകനെ സ്വത്ത് വിരിച്ചു കൊടുത്ത പിതാവിനോട് പറയാം, നിങ്ങൾ ചെയ്തത് അതിന് മുമ്പ് നബിതങ്ങൾ പറഞ്ഞ വർത്തമാനം, ഈ അക്രമത്തിൽ പങ്കാകാൻ ഞാൻ ഇല്ലാന്നാണ്, വലിയ അക്രമമാണ്, അതുകൊണ്ട് ഇതിൽ ഞാൻ നിൽക്കൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിച്ചത് അവനവന്റെ മക്കൾക്ക് കൊടുക്കുന്നതിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ പരിഗണിക്കണം. കാരണം നീതി നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അനീതിയാണുള്ളതെങ്കിൽ അവിടെ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ കലഹമുണ്ടാകും, മക്കളുടെ ഇടയിൽ പോലും കലഹമുണ്ടാകും. സൂഫിയാക്കൾ രചിച്ചു വെച്ചിട്ടുള്ള മഹ്ശറിൽ പ്രവാചകന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം വലിയ വേവലാതിയിലാണ്. എല്ലാ ആളുകളും യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയും, നബിയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോടൊന്ന് പറയണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം നബി എന്ന് പറയുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു പോകുമെന്ന് മഹത്തുക്കളായ ഉലമാക്കളെ രചിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ ബേജാറിലാണ്, ഞാൻ വലിയ പേടിയിലാണ്. എന്റെ പേടി, എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഞാൻ യൂസഫിനോട് വല്ലാത്ത സ്നേഹം കാണിച്ചു പോയിട്ടുണ്ട്, അതെങ്ങാനും റബ്ബനോട് ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ടെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്തൊരു വിഷമുണ്ട്, അതെങ്ങാനും റബ്ബനോട് ചോദ്യം ചെയ്തു പോകുമോ എന്ന്. ഇന്നത്തെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പോലും പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒരേ രീതിയിൽ പരിഗണിക്കണം. നിങ്ങൾക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടാവുകയും രണ്ടാമത് മറ്റൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മൂത്ത കുട്ടിയോട് സ്നേഹക്കുറവ് കാണിച്ചാൽ അത് രണ്ടാമത്തെ കുട്ടി, അത് മൂത്ത കുട്ടിയുടെ സ്വഭാവ വൈകൃതത്തിന് കാരണമാകും. ആ കുട്ടിക്ക് വല്ലാത്ത ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, ആ കുട്ടിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കും, മനസ്സിൽ വലിയ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ തമാശക്ക് പോലും ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ആധുനിക മെഡിക്കൽ സയൻസ് നമ്മളോട് പറയാം. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. മക്കളുടെ ഇടയിൽ നിങ്ങൾ സ്നേഹം കാണിക്കുമ്പോൾ പോലും നിങ്ങളുടെ മറ്റു കുട്ടികൾക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിൽ പോലും നിങ്ങൾ പ്രവർത്തിക്കരുത്. പക്ഷേ ഇന്ന് നിസ്സാര വിഷയത്തിന്റെ പേരിൽ സ്വത്തുക്കൾ ഓഹരി ചെയ്യുന്ന കാര്യത്തിൽ പോലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ ചില കുട്ടികളെ, ചില മക്കളെ മാറ്റി നിർത്തുന്നു, മറ്റു ചില കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്നു. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള പാടയുടെ വിഷയത്തിൽ പോലും മക്കളുടെ ഇടയിൽ നീതി കാണിക്കണം. ഇല്ലെങ്കിൽ അത് വരും തലമുറയിലേക്ക് വ്യാപിക്കുന്ന വലിയ പിണക്കത്തിന്റെ കാരണമായി മാറി നിൽക്കും. ഇത് തലമുറകൾ കണ്ടാൽ മിണ്ടൂല, തലമുറകൾ കണ്ടാൽ പോലും പരസ്പരം മിണ്ടാൻ പോലും മടി കാണിക്കുന്ന നിലയിലേക്ക് ബന്ധങ്ങൾ അകന്നു പോകും. വലിയ കലഹമുണ്ടാകും. എവിടെ നീതി അവസാനിക്കുന്നോ അവിടെ കലഹമുണ്ടാകും.